Welcome to CML Infotech. Today we are discussing about routing protocol, RIP information protocol from CCNO. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിനെ ഡിസ്കസ് ചെയ്തത് റിപ്പ് വെച്ചിട്ടുള്ള റൗട്ടിംഗ്. ഇതാണ് ആ ഡിസൈൻ. നമുക്ക് 3 റൗട്ടർ ഉണ്ട്. പ്രോട്ടോകോൾ നമ്മൾ 3 റൗട്ടർ വെച്ചിട്ടാണ് ലാസ്റ്റ് ദിവസം ഡിസൈൻ ചെയ്തത്. എക്സാമ്പിൾ അതായത് 3 റൗട്ടർ R1, R2, R3. നമ്മൾ പറഞ്ഞത് ഇവിടെ എനിക്കൊരു 33 എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക്. ഈ 33 നെറ്റ്വർക്ക് ലൂപാക് 33. ഈ 33 നെറ്റ്വർക്ക് R1ന്റെ റൗട്ടിംഗ് ടേബിളിൽ നോക്കുമ്പോൾ R1ന്റെ റൗട്ടിംഗ് ടേബിളിനകത്ത് R എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് 33,000. അതിനുശേഷം ഇത് എത്ര ബിറ്റ് സബ്മിറ്റഡ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു വാല്യൂ ആണ് 120 എന്ന് പറയുന്നത് റിപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റൻസ്. ദെൻ ഈ 33 നെറ്റ്വർക്ക് R1ലേക്ക് എത്താൻ എത്ര ദൂരം. റിപ്പ് ഹോപ്പ് കൗണ്ട് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് 0, ഇത് 1, ഇത് 2. റിപ്പിന്റെ ഹോപ്പ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. റിപ്പിന്റെ ഹോപ്പ് കൗണ്ട് ആണ് റിപ്പിന്റെ മെട്രിക്. മെട്രിക് എന്ന് പറയുന്നത് ബെസ്റ്റ് പാത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തഡ്. റിപ്പിന്റെ മെട്രിക് എന്ന് പറയുന്നത് ഹോപ്പ് കൗണ്ട് ആണ്. ഹോപ്പ് കൗണ്ട് എന്ന് പറഞ്ഞാൽ റൗട്ടേഴ്സിനെ എണ്ണുക. അപ്പോ ഇത് പറയുന്നത് 33 എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്ക് R1 എന്ന് എത്താൻ വേണ്ടി 0, 1, 2 2 റൗട്ടർ അപ്പുറത്താണുള്ളത്. ഓക്കെ. അതേസമയം എനിക്ക് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് 22,000/8. ഇത് R1ന്റെ റൗട്ടിംഗ് ടേബിളിനകത്ത് 22,000/8 120/1 എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി എനിക്ക് ഇവിടെ ഒരു റൗട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, R4. എനിക്ക് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ലെറ്റ്സ് സേ 44x. അപ്പോൾ R1ന്റെ റൗട്ടിംഗ് ടേബിളിനകത്ത് 44 നെറ്റ്വർക്ക് കാണുന്നത് 120/0,1,2,3 എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് മാക്സിമം 16 റൗട്ടർ വരെ റിപ്പിനകത്ത് യൂസ് ചെയ്യും. അതായത് ഹോപ്പ് കൗണ്ട് 0 മുതൽ 15. അപ്പൊ 16 റൗട്ടർ കഴിഞ്ഞൊരു 17ാമത്തെ റൗട്ടർ ആണ് എന്റെ ഡെസ്റ്റിനേഷൻ എങ്കിൽ ഈ 17ാമത്തെ റൗട്ടർ R1നകത്ത് നോക്കുമ്പോൾ അൺറീച്ചബിൾ ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് 16-ൽ കൂടുതൽ വരുവാണെങ്കിൽ നമ്മള് റിപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പിന്നെ നെക്സ്റ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി റിപ്പിനകത്ത്
രണ്ട് ടൈപ്പ് ഓഫ് വേർഷൻസ് ഉണ്ട്. ഒന്ന് റിപ്പ് വേർഷൻ 1, ഇനി ഒന്ന് റിപ്പ് വേർഷൻ 2. നമ്മൾ പ്രത്യേകിച്ച് വേർഷൻസ് ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് ബൈ ഡിഫോൾട്ട്. ഓക്കെ, റിപ്പ് വേർഷൻ 1 അപ്ഡേറ്റ്സ് എല്ലാ 30 സെക്കൻഡ് കൂടുമ്പോഴും അപ്ഡേറ്റ്സ് അയച്ചുകൊണ്ടിരിക്കും. സെൻഡ് അപ്ഡേറ്റ്സ് ഓൺ എവറി 30 seconds. റിപ്പ് വേർഷൻ 1. റിപ്പ് വേർഷൻ 2 ആണെങ്കിലും 30 സെക്കൻഡ്സിന് തന്നെയാണ് അപ്ഡേറ്റ് അയക്കുക. സോ വാട്ട് ഈസ് അപ്ഡേറ്റ്? അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പ് റൗട്ടറിന് അറിയുന്ന, അല്ലെങ്കിൽ ഒരു റൗട്ടറിന് അറിയുന്ന ആ റൗട്ടറിന്റെ നെറ്റ്വർക്കുകൾ ആ റൗട്ടർ അടുത്ത റൗട്ടറിലേക്ക് അത് അയച്ചു കൊടുക്കും. അതാണ് ഈ അപ്ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് റിപ്പ് വേർഷൻ 1 ആണെങ്കിൽ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് വെച്ചിട്ടാണ് അയച്ചു കൊടുക്കുക. ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ 255.255.255.255. റിപ്പ് വേർഷൻ 2 അയക്കുന്നത് മൾട്ടികാസ്റ്റ് അഡ്രസ് വെച്ചിട്ട് അപ്ഡേറ്റ് അയക്കുന്നത്. മൾട്ടികാസ്റ്റ് അഡ്രസ് 224.0.0.9. നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അത് കാണാൻ വേണ്ടി ഇതെല്ലാം ബാക്ക് എൻഡിലാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഡിബഗിങ് കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഡിബഗ് IP റിപ്പ് എന്നുള്ള കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ചേഞ്ചസുകൾ കാണാൻ വേണ്ടി പറ്റും. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോ എന്ന് അടിച്ചിട്ട് സെയിം കമാൻഡ് വീണ്ടും അടിക്കുക. ഇനി എല്ലാ ഡിബഗിങ്ങും ഒറ്റയടിക്ക് നിർത്താൻ വേണ്ടിയിട്ട് അൺഡിബഗ് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിബഗും സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ റിപ്പ് വേർഷൻ 1 ഇംപ്ലിമെന്റഡ് ആണ്. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് പോകുന്നത് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന് ഇതാണ് നമ്മുടെ ഡിസൈൻ. നമുക്കിവിടെ 3 റൗട്ടർ ഉണ്ട്, R1, R2, R3. സ്റ്റാർട്ട് ചെയ്യാം. R1, R2, R3 സ്റ്റാർട്ട്. ഇതില് റിപ്പ് വേർഷൻ 1. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺസോൾ എടുക്കുക. അപ്പൊ അതിന്റെ കൺസോൾ വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിന്റെ ഫോണ്ട് സൈസ് ഒന്ന് വലുതാക്കിയിട്ട് ഇതാണ് R1. Enable show IP route. ഇതിനകത്ത് ഷോ IP റൗട്ടർ റിപ്പ് എന്ന് പറഞ്ഞ് ഫിൽട്ടർ ചെയ്യാം. R1 അറിയാത്ത നെറ്റ്വർക്ക് ആയ 22, 23, 20 എല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം 30 സെക്കൻഡ് കൂടുമ്പോഴാണ് അപ്ഡേറ്റ് അയക്കുന്നത്. അത് കാണാൻ വേണ്ടി ഷോ IP പ്രോട്ടോകോൾസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ലൈന് കാണാൻ വേണ്ടി പറ്റും. സെൻഡിങ് അപ്ഡേറ്റ് ഓൺ എവറി 30 seconds. അടുത്ത അപ്ഡേറ്റ് ഡ്യൂ ഇൻ 13 seconds. ഇതിങ്ങനെ 30 മുതൽ 29, 28 തൊട്ട് അടുത്ത 0 വരുമ്പോൾ അടുത്ത അപ്ഡേറ്റ് പോകും. ഇത് കാണാൻ വേണ്ടി നമ്മളൊരു കമാൻഡ് പറഞ്ഞതാണ് ഡിബഗ് IP റിപ്പ്. അടുത്ത 30 seconds വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത അപ്ഡേറ്റ് കാണണമെങ്കിൽ. അതിന് പകരം ക്ലിയർ IP റൗട്ട് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൗട്ടിംഗ് ടേബിൾ ക്ലിയർ ആയിട്ട് ഫ്രഷ് ആയിട്ട് അപ്ഡേറ്റ് ആയിരിക്കും. ഇവിടെ കാണുന്നുണ്ടോ? ഇതിനകത്ത് ഇതിലെ എഴുതി കാണുന്നത് റിപ്പ് സെൻഡിങ് റിക്വസ്റ്റ് ഓൺ Ethernet 0, Serial 0, Loopback 11, സെൻഡിങ് Serial 0, Loopback 11 എല്ലാ ഇന്റർഫേസിലേക്കും റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അത് അയക്കുന്ന അഡ്രസ് കണ്ടു 255.255.255.0 എന്ന് പറഞ്ഞിട്ടാണ് അയക്കുന്നത്. V1 അപ്ഡേറ്റ് വേർഷൻ 1 റിപ്പ് V1 അപ്ഡേറ്റ് ടു ഈ അഡ്രസ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് വെച്ചിട്ട് ഈ സീരിയൽ ഇന്റർഫേസിലേക്ക്. ഓക്കെ, ആ പോകുന്ന അപ്ഡേറ്റുകളാണ് ഇതൊക്കെ.
ഇനി അപ്ഡേറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇത് 10.1.1.1.2 എന്ന് പറയുന്ന നെയ്ബർ റൗട്ടർ. അതായത് നെയ്ബർ റൗട്ടർ എന്ന് ഉദ്ദേശിക്കുന്ന ഈ റൗട്ടർ 10.1.1.1.2 റൗട്ടർ ഈ റൗട്ടറിന് ഇങ്ങോട്ട് അപ്ഡേറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റൗട്ടറിന് അറിയാത്ത നെറ്റ്വർക്ക് ആ റൗട്ടർ അടുത്ത റൗട്ടറിലേക്ക് അയക്കുക. അപ്പൊ ഇവിടെ ശരിക്കും അപ്ഡേറ്റ് ഈ S1/0 വഴി സീരിയൽ ഇന്റർഫേസ് വഴി ഈ S1/1 പോയാൽ മതി. അതായത് ഈ റൗട്ടർ തമ്മിൽ റിസീവ് ചെയ്താൽ മതി അപ്ഡേറ്റുകൾ. ഇവര് തമ്മിൽ അപ്ഡേറ്റ് റിസീവ് ചെയ്താൽ മതി, ഈ രണ്ട് ഇന്റർഫേസുകൾ തമ്മിൽ. കാരണം അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് റൗട്ടിംഗ് ഇൻഫർമേഷൻസ് അത് റൗട്ടർ ടു റൗട്ടർ ആണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ ഇതിന്റെ ലൂപ്പ് ബാക്കിലും ഇതിന്റെ ഫാസ്റ്റ് ഇഥർനെറ്റിലേക്കും അപ്ഡേറ്റ് പോകുന്നുണ്ട്. ഫാസ്റ്റ് ഇഥർനെറ്റിന് അപ്ഡേറ്റ് വേണ്ട. കാരണം ഫാസ്റ്റ് ഇഥർനെറ്റ് ഇതിനകത്ത് അപ്ഡേറ്റ് ഫാസ്റ്റ് ഇഥർനെറ്റിലും പോകുന്നുണ്ട്, ലൂപ്പ് ബാക്ക് 11നും പോകുന്നുണ്ട്, എല്ലാ ഇന്റർഫേസിനും പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അപ്ഡേറ്റ് ആക്ച്വലി സീരിയൽ ഇന്റർഫേസിന് മാത്രം മതി. ഇങ്ങോട്ട് അപ്ഡേറ്റ് പോയാലും ഇത് ഫാസ്റ്റ് ഇഥർനെറ്റ് വഴി സ്വിച്ച് വഴി നമ്മുടെ സിസ്റ്റംസ് എൻഡ് ഡിവൈസുകൾ, അത് സിസ്റ്റം ആവാം, ക്യാമറ ആവാം, മറ്റെന്തും ആവാം, അതിലേക്ക് റൗട്ടിംഗ് ഇൻഫർമേഷന്റെ ആവശ്യമില്ല. ബൈ ഡിഫോൾട്ട് എല്ലാ ഇന്റർഫേസിലേക്കും അയക്കും. കാരണം എല്ലാ ഇന്റർഫേസും ബൈ ഡിഫോൾട്ട് ആക്റ്റീവ് ഇന്റർഫേസ് ആണ്. അപ്പൊ നമുക്ക് ആ റൗട്ടറിന്റെ അപ്ഡേറ്റ് ഒന്ന് നോക്കിയാല് ഇപ്പൊ ഈ സെൻഡ് ചെയ്യുന്ന അപ്ഡേറ്റ് സെൻഡിങ് അപ്ഡേറ്റ് ലൂപ്പ് ബാക്ക് 11, സെൻഡിങ് അപ്ഡേറ്റ് സീരിയൽ ഇന്റർഫേസ്, സെൻഡിങ് അപ്ഡേറ്റ് അഗെയിൻ let's say fast ethernet, sending update to fast ethernet. പക്ഷെ റിസീവ് ചെയ്യുന്നത് സീരിയൽ ഇന്റർഫേസിൽ മാത്രം. അപ്പൊ നമുക്ക് ഫാസ്റ്റ് ഇഥർനെറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ലൂപ്പ് ബാക്കോ റൗട്ടർ ടു റൗട്ടർ ഇന്റർ കണക്ട് ചെയ്യാത്ത ഒരു ഇന്റർഫേസിലേക്കും അപ്ഡേറ്റ് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്റർഫേസിനെ പാസീവ് ഇന്റർഫേസ് ആക്കി മാറ്റണം. അതായത് ഒരു റൗട്ടറിന്റെ വാൻ ഇന്റർഫേസ്, അതായത് സീരിയല്, പിന്നെ സ്വിച്ചിലേക്ക് പോയിരിക്കുന്ന F0/0 ലാൻ ഇന്റർഫേസ്, മറ്റേതെങ്കിലും നമ്മൾ ലോജിക്കൽ ഇന്റർഫേസ്, ലൂപ്പ് ബാക്ക്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇന്റർഫേസ് ഉണ്ടെങ്കിൽ എല്ലാ ഇന്റർഫേസും ആക്റ്റീവ് ഇന്റർഫേസ് ആണ്. അതുകൊണ്ട് തന്നെ റൗട്ടിംഗ് അപ്ഡേറ്റ് എല്ലാ ഇന്റർഫേസിലേക്കും പോകും. അപ്പൊ നമുക്ക് റൗട്ടിംഗ് അപ്ഡേറ്റ് ഈ ഇന്റർഫേസിലേക്ക് വേണ്ട, ഈ ഇന്റർഫേസിലേക്കും വേണ്ട. റൗട്ടിംഗ് അപ്ഡേറ്റ് ഈ ഇന്റർഫേസിലേക്ക് മാത്രം മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ലെറ്റ്സ് സേ R1 ആണ് നോക്കുന്നത് വിചാരിക്കും. R1 കയറുക, R1 കോൺഫിഗ്, എന്നിട്ട് റൗട്ടർ റിപ്പിനകത്ത് കയറുക, എന്നിട്ട് പാസീവ് ഇന്റർഫേസ് നോട്ട് അടിക്കുക. അതിനുശേഷം ഏതൊക്കെ ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് പാസീവായിട്ട് വേണ്ടത്, ലെറ്റ്സ് സേ എക്സാമ്പിൾ F00, പിന്നെ വീണ്ടും പാസീവ് ഇന്റർഫേസ്, ലൂപ്പ് ബാക്ക് 11 പാസീവ് ഇന്റർഫേസ്. ഏതൊക്കെ ഇന്റർഫേസ് ആണ് പാസീവിലേക്ക് ഇടേണ്ടത് അതിനൊക്കെ പാസീവ് ഇന്റർഫേസ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ആ ഇന്റർഫേസിലേക്ക് അപ്ഡേറ്റ് പോകില്ല. എന്നിട്ട് അത് അപ്ഡേറ്റ് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, റൗട്ടറിനകത്ത് കയറിയിട്ട് ഡീബഗ് IP RIP
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗട്ടറിന്റെ 3 ഇന്റർഫേസ് ഉണ്ട്, ഫാസ്റ്റ് ഇഥർനെറ്റ്, ലൂബാക്ക്, വാൻ. ഇതിൽ വാൻ ഇന്റർഫേസിൽ കൂടെ മാത്രം അപ്ഡേറ്റ് പോയാൽ മതി, ഈ 2 ഇന്റർഫേസിലേക്ക് കൂടെ അപ്ഡേറ്റ് പോകണ്ട. അപ്പോൾ റൗട്ടർ റിപ്പിനകത്ത് കയറിയിട്ട് പാസീവ് ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ഇന്റർഫേസിലേക്ക് കൂടെ അപ്ഡേറ്റ് വേണ്ടയോ അതൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീബഗ് IP റിപ്പ് കമാൻഡ് അടിച്ചാൽ മതി. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് എല്ലാ ഇന്റർഫേസും ആക്റ്റീവ് ആണ്, പാസീവ് ആക്കുന്ന ഇന്റർഫേസിലേക്ക് കൂടെ അപ്ഡേറ്റ് പോകില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ ഓപ്പൺ ദ ലാബ്. ഇതിനകത്ത് ഡീബഗ് IP റിപ്പ് ഓൾറെഡി റണ്ണിങ് ആണ്. ക്ലിയർ IP റൗട്ട് സ്റ്റാർ എന്താണ് അപ്ഡേറ്റ് പോകുന്നുണ്ട്. ഇതിനകത്ത് കാണുന്നുണ്ട് സെൻഡിങ് അപ്ഡേറ്റ് ടു ലൂബാക്ക് 11 സീരിയൽ ഫാസ്റ്റ് ഇഥർനെറ്റ്. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അൺഡിബഗ് ഓൾ, എല്ലാ ഡിബഗും സ്റ്റോപ്പ് ചെയ്തു. കോൺഫിഗ് T റൗട്ടർ റിപ്പ് പാസീവ് ഇന്റർഫേസ് ലൂബാക്ക് 11 00 do right do run section rip. റൗട്ടർ റിപ്പിനകത്ത് 3 നെറ്റ്വർക്ക് പബ്ലിഷ്ഡ് ആണ്, 2 ഇന്റർഫേസ് അതിൽ പാസീവ് ആണ്. അതായത് 170-60 എന്ന് പറയുന്ന ഫാസ്റ്റ് ഇഥർനെറ്റും 11 എന്ന് പറയുന്ന ലൂബാക്ക് ഇന്റർഫേസും പാസീവ്. 10 എന്ന് പറയുന്ന സീരിയൽ ഇന്റർഫേസ് പാസീവ് ആക്കിയിട്ടില്ല, അത് അടുത്ത റൗട്ടറിലേക്ക് പോകുന്നു. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡീബഗ് IP റിപ്പ് ഡു കൊടുക്കുന്നത് പ്രിവിലേജ് മോഡിൽ അല്ലാത്തത് കൊണ്ട് ക്ലിയർ IP റൗട്ട്. നേരെ നമ്മൾ അയച്ചതില് സെൻഡിങ് അപ്ഡേറ്റ് സീരിയൽ ഓൺലി, സീരിയൽ വീണ്ടും സെൻഡിങ് അപ്ഡേറ്റ് ടു സീരിയൽ, വീണ്ടും സീരിയൽ നിന്ന് റിസീവ് ചെയ്തു. അതായത് ഇവിടെ ലൂബാക്ക് ഇന്റർഫേസ് കാണിക്കുന്നില്ല, ഈഥർനെറ്റ് ഇന്റർഫേസും കാണിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഏതൊക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. അപ്ഡേറ്റ് ആവശ്യമില്ലാത്ത ഇന്റർഫേസിലേക്ക് സ്റ്റോപ്പ് ചെയ്യുക, അതൊരു മാൻഡറ്ററി കമാൻഡും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് റിപ്പ് 1 റിപ്പ് വേർഷൻ 1 സബ്നെറ്റിംഗ് സപ്പോർട്ട് ചെയ്യും. ബട്ട് വി cannot see, നമുക്കത് ഇൻഡിവിജ്വൽ ആയിട്ട് ഏതൊക്കെ സബ്നെറ്റിംഗ് ചെയ്തു എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റില്ല. വിച്ച് മീൻസ് ഓട്ടോ സമ്മറി സോ ഓട്ടോ സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സബ്നെറ്റിംഗ് ചെയ്ത നെറ്റ്വർക്കുകളെ സിംഗിൾ ആയിട്ട് കാണുക, അതാണ് സമ്മറി. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഇവിടെ ഒരു ഇതിന്റെ R1 ഇതിന്റെ താഴെ ഒരു നെറ്റ്വർക്ക് 170-17, ഇത് ക്ലാസ് B .00/16. ഇതിന് ഞാൻ 170-17 let's say 1.0/24 ഇത് സബ്നെറ്റിംഗ് ചെയ്തത്. ക്ലാസ് ബിനെ ക്ലാസ് C പോലെ സബ്നെറ്റ് ചെയ്തു. അടുത്തത് 170-17 2.0/24, 170-17 3.0, 170-17 4.0.
ഇങ്ങനെ നോക്കുമ്പോൾ ഇതിലെ ഈ തേർഡ് ഓക്ടറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ 8 ബിറ്റ് സബ്നെറ്റിംഗ് ചെയ്യുക ചെയ്യുക. ഈ സബ്നെറ്റിംഗ് ചെയ്ത നെറ്റ്വർക്ക് R1 റൗട്ടർ ഇതിന്റെ അടുത്ത റൗട്ടറിലേക്ക് അയക്കുമ്പോൾ, ഉദാഹരണത്തിന് R2ലേക്ക് അയക്കുമ്പോൾ ഇതിനെ 172.17.00/16 എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പൊ സബ്നെറ്റിംഗ് ചെയ്ത മൾട്ടിപ്പിൾ എൻട്രീസിനെ ഇതിന്റെ സിംഗിൾ എൻട്രി, അതായത് ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ് ഫുൾ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഫോർ എക്സാമ്പിൾ 172.17.1.0 20 2.0 3.0 4.0 5.0 6.0 7.0 8.0. ഇത് ക്ലാസ് ലെസ് ആണ്. ക്ലാസ് ലെസ്സിലെ ഒന്നാണ് സബ്നെറ്റിംഗ്. വേറെ ക്ലാസ് ലെസ്സിലെ മറ്റൊരു ടോപ്പിക്കാണ് സൂപ്പർ നെറ്റിംഗ്. ഇത് സബ്നെറ്റിംഗ് ചെയ്ത വാല്യൂ. ഇത് ക്ലാസ് ലെസ്. ഇതിന്റെ ക്ലാസ് ഫുൾ എന്ന് പറയുന്നത് 172.17.0/16. അപ്പൊ ഇതിപ്പോ ഞാൻ ഉദാഹരണത്തിന് R1ലാണ് കോൺഫിഗർ ചെയ്തിരിക്കാം. ഇത് R2 നെക്സ്റ്റ് റൗട്ടറിൽ പോകുമ്പോൾ ഇതിനെ ക്ലാസ് ഫുൾ ആയിട്ടാണ് കാണിക്കുക. ഇതാണ് ഓട്ടോ സമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി സമ്മറൈസ് ചെയ്യും. ഇതിപ്പോ റിപ്പ് വേർഷൻ 1 ആണെങ്കിലും റിപ്പ് വേർഷൻ 2 ആണെങ്കിലും ഓട്ടോ സമ്മറി ആണ്. ഇത് റിപ്പ് വേർഷൻ 2 ആണെങ്കിൽ നമുക്കിതിനെ ഇൻഡിവിജ്വലി കാണാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക്, സ്പെസിഫിക് നെറ്റ്വർക്കിലേക്ക് റീച്ചബിലിറ്റി ഇല്ല, അപ്പൊ അത് അടുത്ത റൗട്ടിലേക്ക് വന്നിനോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റിപ്പ് വേർഷൻ 2 വേണം. ഓക്കെ, അപ്പൊ നമുക്ക് റിപ്പ് വേർഷൻ 1 വെച്ച് തന്നെ ഈ സബ്നെറ്റിംഗ് വാല്യൂ നമുക്കൊന്ന് കോൺഫിഗർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് let's say ഇതാണ് R1ലെ. ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്റർഫേസ് ലൂപ്പ് ബാക്ക് 173.17.1 എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ 3 ഡിജിറ്റിനെ മാപ്പ് ചെയ്യാൻ വേണ്ടി, അറിയാൻ വേണ്ടി. ഇതിപ്പോ 173.17.1 നമ്മൾ നമ്മുടെ ഡിസൈനിൽ എന്താ പറയുന്നത് 172.17. ഓക്കെ, സപ്പോർട്ട്. അങ്ങനെ ഇത് ഇത്രയും നമ്മൾ കോൺഫിഗർ ചെയ്യും. 173.17.8 6 5 4 3 2 1. ഓക്കെ, ഫൈൻ. ഇനി ഇത് റൗട്ട് ചെയ്യണം. നെറ്റ്വർക്ക് 173.17.1.0. ഇത് 1, ഇത് 2, ഇത് 3 4 5 6 7. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക R1ന്റെ റൗട്ടറിലേക്ക്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റ് ആയി. ഡു റൈറ്റ്, ഡു ഷോ IP INT. ഇതിനകത്ത് നമുക്ക് ഇത്ര ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് നമ്മൾ കോൺഫിഗർഡ് ആണ്. ഓക്കെ, ഡു ഷോ റൺ. നമ്മൾ റൗട്ട് ചെയ്തത് നോക്കാം. സെക്ഷൻ ഡു ഷോ റൺ സെക്ഷൻ. ഇവിടെ നമ്മൾ ഇൻഡിവിജ്വലി പറഞ്ഞെങ്കിലും ഇവിടെ ഒറ്റൊന്നായിട്ടാണ് കാണിക്കുന്നത്.
അതിന്റെ അർത്ഥം do show IP protocol. Automatic network summarization is in effect. നമുക്ക് R2 റൗട്ടർ നോക്കാം. R2 റൗട്ടറിനകത്ത് so let's say R2 റൗട്ടർ കൺസോൾ എടുക്കുന്നു. ഫോണ്ടിലേഷൻ ഒന്ന് വലുതാക്കാം. ഇതാണ് R2 റൗട്ടർ. Enable show IP route 173യുടെ സിംഗിൾ നെറ്റ്വർക്ക് ആണ് ഇവിടെ കാണുന്നത്. ഞാൻ പിങ് ചെയ്ത് നോക്കാം. പിങ് 173.17.1.1. One 173.2.1, 173.7.1. എല്ലാ നെറ്റ്വർക്കിലേക്കും റീച്ചബിലിറ്റി ഉണ്ട്, പക്ഷെ റൗട്ടിംഗ് ടേബിളിനകത്ത് സിംഗിൾ ഡിജിറ്റ് മാത്രമേ കാണുന്നുള്ളൂ. ഇതാണ് ഓട്ടോമാറ്റിക് സമ്മറൈസേഷൻ ഇസ് ഇൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ ഓട്ടോ സമ്മറി ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് സേ config router rip auto summary. ഓട്ടോ സമ്മറി ഓഫ് ചെയ്യാനുള്ള കമാൻഡ് ആണ് നോ ഓട്ടോ സമ്മറി. ഓട്ടോ സമ്മറൈസേഷൻ ഓഫ് ചെയ്ത് നോക്കാം. ഓട്ടോ സമ്മറൈസേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. show IP. ഇതിനകത്ത് പറയുന്നത് ഓട്ടോമാറ്റിക് നെറ്റ്വർക്ക് സമ്മറൈസേഷൻ ഈസ് നോട്ട് ഇൻ എഫക്റ്റ്. ഓട്ടോ സമ്മറി ഓഫ് ആണ്. സ്റ്റിൽ റൗട്ടിംഗ് ടേബിളിനകത്ത് സിംഗിൾ ഡിജിറ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് റിപ്പ് വേർഷൻ 1 ആണെങ്കിൽ ഓട്ടോ സമ്മറി സപ്പോർട്ട് ചെയ്യും, പക്ഷെ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് റിപ്പ് വേർഷൻ 2 ആക്കാം. റിപ്പ് വേർഷൻ 2 ആക്കാൻ വേണ്ടി വേർഷൻ 2 എന്നുള്ള കമാൻഡ് കൊടുത്താൽ മതി. ഞാനിവിടെ വേർഷൻ 2 കൊടുത്തു. അതേപോലെ R1-നകത്ത് രണ്ട് റൗട്ടറിനകത്തും ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആ റൗട്ടറിനകത്തേക്ക് കയറിയിട്ട് റൗട്ടർ റിപ്പ് വേർഷൻ. ഇനി സ്റ്റിൽ നമ്മൾ ഓട്ടോ സമ്മറി ഓഫ് ചെയ്തിട്ടുണ്ട്. Automatic summarization is not in effect. Do show IP route rip. Do clear IP route star. Do show IP. Do show IP protocol. Automatic network summarization is not in effect. ഇപ്പൊ ഇതിനകത്ത് 173യുടെ എല്ലാ നെറ്റ്വർക്കും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതാണ് ഓട്ടോ സമ്മറൈസേഷൻ ഓഫ് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ്. ബട്ട് സാധാരണ നമ്മൾ ഓട്ടോ സമ്മറൈസേഷൻ എനേബിൾ ചെയ്യണം. അപ്പം ഇതെല്ലാം എൻട്രി എല്ലാം കൂടെ ഷോർട്ട് ആയിട്ട് കാണും. ഓക്കെ, പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, റിപ്പ് വേർഷൻ 2 ആണെങ്കിൽ അപ്ഡേറ്റ് പോകുന്നത് എല്ലാ 30 സെക്കൻഡ്സിന് മൾട്ടികാസ്റ്റ് അഡ്രസ് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മുടെ നെറ്റ്വർക്ക് വന്നിട്ട് വേർഷൻ 2 ആണ്. ഡു ഷോ റൺ സെക്ഷൻ വേർഷൻ 2 മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡു ഡിബഗ് IP rip. ഓൾറെഡി അപ്ഡേറ്റ് അയച്ചുകൊണ്ടുണ്ട് ഇവിടെ. അത് കാണാൻ വേണ്ടി റിപ്പ് സെൻഡിങ് വേർഷൻ 2 അപ്ഡേറ്റ് ടു മൾട്ടികാസ്റ്റ് അഡ്രസ് 224.0.0.0.9 എന്ന് പറയുന്ന മൾട്ടികാസ്റ്റ് അഡ്രസ് വെച്ചിട്ടാണ് റിപ്പ് വേർഷൻ 2 അപ്ഡേറ്റ് അയക്കുന്നത്. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അൺഡിബഗ് ഓൺ. ഇവിടെയും നമുക്ക് ആവശ്യമില്ലാത്ത ഇന്റർഫേസിനൊക്കെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസീവ് ഇന്റർഫേസ് കോൺഫിഗർ ചെയ്താൽ മതി.
and debug all. ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഒന്ന് ഓട്ടോ സമ്മറൈസേഷൻ ഓഫ് ചെയ്യുന്നത് എങ്ങനെ. പാസീവ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൗട്ടറിന്റെ എല്ലാ ഇന്റർഫേസും ആക്റ്റീവ് ആണ്, എല്ലാ ഇന്റർഫേസിലേക്കും അപ്ഡേറ്റ് പോകും. അപ്പൊ നമ്മൾ അതിന് പാസീവ് ആക്കണം. ഏത് ഇന്റർഫേസിന് പാസീവ് ആക്കണം? റൗട്ടർ റിപ്പിനകത്ത് കയറിയിട്ട് പാസീവ് ആക്കുക. പിന്നെ റിപ്പ് വേർഷൻ 1 ആണെങ്കിലും 2 ആണെങ്കിലും എല്ലാ 30 സെക്കൻഡ് കൂടുമ്പോഴാണ് അപ്ഡേറ്റ് അയക്കുന്നത്, മൾട്ടികാസ്റ്റ് അഡ്രസ് വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് വെച്ചിട്ട്. അത് നോക്കാനുള്ള കമാൻഡാണ് ഡിബഗ് IP റിപ്പ്. പിന്നെ നമ്മൾ സബ്നെറ്റിംഗ് ചെയ്ത ലാബ് ചെയ്തു. അത് റിപ്പ് വേർഷൻ 1 ആണെങ്കിലും 2 ആണെങ്കിലും സബ്നെറ്റിംഗ് സപ്പോർട്ട് ചെയ്യും. വേർഷൻ 2 നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും, ഓട്ടോ സമ്മറി ഓഫ് ചെയ്തിട്ട്. ഓക്കെ, ഇത്ര ലാബുകൾ ചെയ്യാം. ഞാൻ ഹോംവർക്ക് അയച്ചു തരാം, അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. റിപ്പിന്റെ ഒരു 2-3 ലാബുകൾ എക്സ്ട്രാ അയച്ചു തരാം, അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. Thank you. Have a good day from CML Infotech.